Hello friends, welcome to Rise to RN. എൻ്റെ പേര് ഡോണ and I am working as a nursing tutor. സോ നമ്മുടെ 7th സെമസ്റ്ററിന്റെ PYQ സീരീസിലെ 4th വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ കുറച്ച് കൂട്ടുകാർ നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്തിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചാപ്റ്റർ വൈസ് ഒന്ന് അറേഞ്ച് ചെയ്തൊരു വീഡിയോ ചെയ്യുക എന്ന്. അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് കുറെ കൂട്ടുകാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2016 തുടങ്ങി 2026 ജാനുവരി വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് OBG പാർട്ട് 1ന്റെ ഓരോ ചാപ്റ്റർ വൈസ് തിരിച്ച് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ താമസിക്കാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OBG പാർട്ട് 1 വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ഒരു വട്ടം പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒന്നും വന്നിട്ടില്ല, എന്നാലും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും ഒരു തവണ അല്ലെ 2 തവണയെങ്കിലും വായിച്ചിട്ട് മാത്രം എക്സാമിന് പോകാൻ ശ്രമിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലെ ആണ്, MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ നമുക്കത് അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് എഴുതാം, ഇൻഡിക്കേഷൻസ് ആഡ് ചെയ്യാം, ക്രൈറ്റീരിയ, ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് ആവശ്യമായ ക്രൈറ്റീരിയ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇതുകൂടി ആഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ചാപ്റ്റർ 2 ആണ്, പ്ലാസെന്റൽ ഡെവലപ്മെന്റ് ആൻഡ് ഫങ്ഷൻസ്. പ്ലാസെന്റൽ ഫങ്ഷൻസും അബ്നോർമാലിറ്റീസ് ഓഫ് പ്ലാസെന്റ ഒക്കെ ഒരുപാട് വട്ടം മാറി മാറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും ഡെവലപ്മെന്റ് ഓഫ് പ്ലാസെന്റയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം എല്ലാവരും അതും ഒന്ന് വായിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫീറ്റൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഫീറ്റൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത്യാവശ്യം കുറച്ച് എഴുതാവുന്ന പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. എംബ്രിയോണിക് സ്റ്റേജ്, ഓവം സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജ്, ഫീറ്റൽ സ്റ്റേജ്, പിന്നെ മന്ത് വൈസ് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്, കുറച്ച് പോയിന്റ്സ് എങ്കിലും നമ്മൾ മാക്സിമം അറിഞ്ഞിരിക്കുക. അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ വിത്ത് പിക്ചറോട് കൂടി കറക്റ്റ് ആയിട്ട് പിക്ചർ വരച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. പാർട്സ് എല്ലാം മാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഓരോ പാർട്സ് എടുത്ത് ജസ്റ്റ് 1-2 സെന്റൻസ് എഴുതാനോടി പഠിച്ചിരിക്കുക. ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് പെയിൻ മാനേജ്മെന്റ് ഡ്യൂറിംഗ് ലേബർ. പെയിൻ മാനേജ്മെന്റ് നമുക്ക് 2 ആയിട്ട് എഴുതാം, 2 ഹെഡിങ്ങിൽ എഴുതാം. ഫാർമക്കോളജിക്കലും ഉണ്ട്, നോൺ ഫാർമക്കോളജിക്കലും ഉണ്ട്. ഫാർമക്കോളജിക്കല് സൈക്കോപ്രൊഫൈലാക്സിസ്, കണ്ടിന്യൂസ് സപ്പോർട്ട്, അക്യുപഞ്ചർ, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക് നെർവ് സ്റ്റിമുലേഷൻ, അങ്ങനത്തെ ഒക്കെയാണ് നോൺ ഫാർമക്കോളജിക്കലിൻ്റെ അകത്ത് വരുന്നത്. ഈ ഫാർമക്കോളജിക്കൽ എടുക്കുകയാണെങ്കിൽ പേഷ്യന്റ് കൺട്രോൾ അനാൽജസിയ, ഇൻഹലേഷൻ ഏജൻസ്, ജനറൽ അനസ്തേഷ്യ, ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെയാണ് ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റിനകത്ത് വരുന്നത്. സോ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണ്. ഇപ്പം ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ആണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. സോ അതൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഡെഫിനിഷൻ ആഡ് ചെയ്യുക, റിസ്ക് ഫാക്ടേഴ്സ് ആഡ് ചെയ്യുക, സയൻസ് ആൻഡ് സിംറ്റംസ്, മാനേജ്മെന്റ് എഴുതുമ്പോൾ നഴ്സസ് റെസ്പോൺസിബിലിറ്റിയും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാമിലി സെന്റേർഡ് ന്യൂബോൺ കെയർ ആണ്. ഫാമിലി സെന്റേർഡ് ന്യൂബോൺ കെയർ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാം. ഫാമിലി സെന്റേർഡ് ന്യൂബോൺ കെയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ പർപ്പസ് എന്താണെന്ന് ആഡ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കമ്പോണൻസ് ഓഫ് ഫാമിലി സെന്റേർഡ് ന്യൂബോൺ കെയർ. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട്, കാങ്കറു മദർ കെയർ, പേരന്റ് എഡ്യൂക്കേഷൻ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഈ 5 കമ്പോണൻസ് എഴുതുക. അതിന്റെ ഇടയിൽ വരുന്ന പോയിന്റ്സ് ആഡ് ചെയ്യുക. നഴ്സസ് റെസ്പോൺസിബിലിറ്റിയും കൂടി എഴുതാൻ ഓർക്കുക. പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അബ്ഗാർ സ്കോർ. അബ്ഗാർ സ്കോർ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ എഴുതുക. നമ്മൾ അസസ് ചെയ്യുന്ന 1 മിനിറ്റിലും 5 മിനിറ്റ്സിലുമാണ്. അത് ഡെവലപ്പ് ചെയ്തത് വെർജീനിയ അബ്ഗാർ ആണ്. പിന്നെ കമ്പോണൻസ് നമ്മുടെ ആ ബോക്സ് വരയ്ക്കുക. അതിനുശേഷം ഇന്റർപ്രിട്ടേഷൻ ആഡ് ചെയ്യുക, ഇമ്പോർട്ടൻസും ആഡ് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ആണ്. ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ചോദിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ എഴുതുക, ഒബ്ജക്റ്റീവ്സ്, പിന്നെ വരുന്നത് കമ്പോണൻസ് ആണ്. ഈ ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസിൽ എന്തൊക്കെ സർവീസുകളാണ് വരുന്നത്? അതിനകത്ത് വരുന്ന ആദ്യം ഫാമിലി പ്ലാനിംഗ് സർവീസസ് ഉണ്ട്, മെറ്റേണൽ ഹെൽത്ത് സർവീസസ് ഉണ്ട്, ചൈൽഡ് ഹെൽത്ത് സർവീസസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ലാസ്റ്റ് ഇമ്പോർട്ടൻസ് കൂടി ആഡ് ചെയ്ത് അവസാനിപ്പിക്കുക.
സെവന്ത് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെഡിക്കൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നമ്മളിത് ഫുൾ ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ യൂസ് ടു ഡിറ്റർമൈൻ വെദർ എ വുമൺ ക്യാൻ സേഫ്ലി യൂസ് എ പർട്ടിക്കുലർ കോൺട്രാസെപ്റ്റീവ് മെത്തഡ് ബേസ്ഡ് ഓൺ ഹെർ മെഡിക്കൽ കണ്ടീഷൻ. ഒരു പർട്ടിക്കുലർ വുമന്റെ മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ, സെറ്റ് ഓഫ് ക്രൈറ്റീരിയനെയാണ് നമ്മൾ മെഡിക്കൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്. സോ അതിനെപ്പറ്റി ചെറിയൊരു ഡീറ്റെയിൽ അറിഞ്ഞിരിക്കുക, എങ്ങാനും ഇത് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പാർട്ട് 1 OBGയുടെ പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇതിനായിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ പാർട്ട് 2 സീരീസ് എന്ന് വെച്ചാൽ OBGയുടെ പാർട്ട് 2 പ്രോബബിൾ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.